ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 CBSE ഹിന്ദി ചാപ്റ്റർ 50 നീലകണ്ഠ്. ഈ പാഠം എഴുതിയത് ശ്രീമതി മഹാദേവി വർമ്മ. അപ്പോൾ ഈ പാഠത്തിനകത്ത് ലേഖിക താൻ വളർത്തിയ മയിലുകളുടെ സ്വഭാവ സവിശേഷതകളും പിന്നെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. नीलकंठ। उस दिन एक अतिथि को स्टेशन पहुंचाकर मैं लौट रही कि चिड़ियों और खरगोशों की दुकान का ध्यान आ गया और मैंने ड्राइवर को उसी ओर चलने का आदेश दिया। बड़े मियाँ चिड़िया वाले की दुकान के निकट पहुंचते ही उन्होंने सड़क पर आकर ड्राइवर को रुकने का संकेत दिया। അതായത് ഈ കച്ചവടക്കാരൻ ഈ പക്ഷികളെയൊക്കെ വെക്കുന്ന കച്ചവടക്കാരൻ ഇവർ ഈ കടയുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ, നിക്കട്ട് എന്ന് വെച്ചാൽ അടുത്തെത്തിയപ്പോൾ തന്നെ ഓടി വന്ന് ഡ്രൈവറോട് നിൽക്കാനുള്ള ഒരു സിഗ്നൽ കൊടുത്തു. മേരെ കോയി പ്രശ്ന കർണേക്ക് പെഹലെ ഹി ഉൻഹോനെ കഹന ആരംഭിക്കുക. അതായത് ഇപ്പം രേഖിക അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ പുള്ളി ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. സലാം ഗുരുജി. ഗുരുജി എന്ന് വെച്ചാൽ ലേഖികയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിछली बार आने पर आपने मोर के बच्चों के लिए पूछा था. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ താങ്കള് മയിലിൻ കുഞ്ഞുങ്ങളെ ചോദിച്ചിരുന്നു. ശങ്കർ ഘട്ട് സെ ഏക് ചിടിമാർ ദോ മോർ കെ ബച്ചെ പകട് ലായാ ഹെ, ഏക് മോർ ഹെ ഏക് മോർനി. അതായത് ശങ്കർഘട്ടിൽ നിന്നും ഒരു ചിടിമാർ എന്ന് വെച്ചാൽ ഹണ്ടർ, ഒരു ഹണ്ടർ രണ്ട് മയിലിൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ആൺമയിലും ഒന്ന് പെൺമയിലുമാണ്. ആ പാലില് താങ്കള് അതിനെ സംരക്ഷിച്ചുകൊള്ളൂ. മോർ കെ പഞ്ചോ സെ ദവാ ബൻതി ഹെ, സോ ഐസെ ഹി ലോഗ് ഖരീദിനെ ആയേ ഹെ. അതായത് ഈ മോർ കെ പഞ്ചോ, അതായത് മയിലിന്റെ ക്ലോസ്, അതായത് കാൽപാദം, അതിന്റെ കാൽപാദത്തിൽ നിന്ന് മരുന്നുണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മയിലുകളെ മേടിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ആഖർ മേരെ സീനെ മേ ബി തോ ഇൻസാൻ കാ ദിൻ ഹെ. അപ്പൊ കടക്കാരൻ പറയുവോ, എന്റെ മനസ്സിൽ ഞാനും ഒരു മനുഷ്യനല്ലേ, എന്റെ മനുഷ്യന്റെ മനസ്സല്ലേ. മാർനെ കെലി ഐസെ മാസും ചിടിയോക്കോ കൈസേ ദൂ, കൊല്ലാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് ഈ നിഷ്കളങ്കരായ പക്ഷികളെ കൊടുക്കുന്നത്. टालने के लिए मैंने कह दिया गुरुजी ने मंगवाए हैं. टालना എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യുക. അപ്പൊ അവര് മേടിക്കുന്നതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി ഈ കച്ചവടക്കാരൻ അവരോട് എന്ത് പറഞ്ഞു? ഗുരുജി പറഞ്ഞു മേടിച്ചതാണിത്. ഗുരുജി എന്ന് വെച്ചാൽ നമ്മുടെ ലേഖിക. അപ്പൊ ലേഖിക പറഞ്ഞു മേടിപ്പിച്ചതാണ് എന്ന് ആ മേടിക്കാൻ വന്നവരോട് ദുഃഖാന്താർ പറഞ്ഞെന്ന് പുള്ളിക്കാരൻ ലേഖിയോട് പറയുക. വൈസേ യഹ് കമവക്ത് रोजगार ही खराब है, बस പക്കടോ പക്കടോ മാരോ മാരോ. അതായത് ഈ കേഴ്സ് ലെറ്ററുള്ള ആളുകള് ഇതിനെ പിടിച്ച് അങ്ങ് കൊല്ലാനാണ്, അവർക്ക് പിടിച്ച് കൊല്ലാനാണ്. അപ്പം അത് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇത് ഗുരുജിക്ക് വേണ്ടി മേടിച്ചാണെന്ന് പറയുകയാണ്. ബഡേ മിയാ കെ ഭാഷൻ കി തൂഫാൻ മേൽ മേ കെ ലിയേ കോയി നിശ്ചിത സ്റ്റേഷൻ നഹീ ഹെ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ കച്ചവടക്കാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളിയുടെ സംസാരത്തിന് ഒരു നിർത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ഉപമ പോലെ പറഞ്ഞിരിക്കുന്നത്. നിശ്ചിത് സ്റ്റേഷൻ, അതിനൊരു കറക്റ്റ് സ്റ്റോപ്പില്ല. അതിങ്ങനെ പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സുന്നെ വാലെ തക്കർ ജഹാ രോക് ദേ വഹി സ്റ്റേഷൻ മാൻ ലിയാ ജാത്താ ഹെ. അതായത് കേൾക്കുന്നവര് കുഴഞ്ഞിട്ട് എവിടെയാണോ നിൽക്കുന്നത് അത് തന്നെയാണ് പുള്ളി സംസാരിക്കുന്നതിന്റെ സ്റ്റോപ്പ്. ഇസ് തഥ്യ സെ പരിചിത് ഹോനെ കെ കാരൺ ഹി മൈനെ ബീച്ച് മേ ഉന്നെ രോക്കർ പൂച്ച. അപ്പൊ ലേഖിക്കറിയാം പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും തന്നെ പോകുമെന്ന്. അപ്പൊ അതുകൊണ്ട് പുള്ളി സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി ലേഖിക ഇങ്ങനെ പറഞ്ഞു. എന്താണ്? മോർ കെ ബച്ചേ ഹേ കഹാ. ഈ മയില് കുഞ്ഞുങ്ങൾ എവിടെയാണ്? ബഡേ മിയാ കെ ഹാത്ത് കെ സംകേത് കാ അനുസരൺ കർത്തേ ഹുവേ മേരി ദൃഷ്ടി ഏക് താർ കെ ചോട്ടെ സെ പിജഡെ തക് പഹുഞ്ചി ജിസ്മേ തീത്തരോ കെ സമാൻ ദോ ബച്ചേ ബൈഠേ തെ. അപ്പം ഇത് എവിടെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ ഉണ്ട് ഒരു കൂട്ടിനകത്ത് എന്തുവാണ് രണ്ട് മയിലും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. അത് മയിലും കുഞ്ഞുങ്ങളാന്ന് തോർത്തില്ല, ഒരു തീത്തർ എന്ന് വെച്ച് കഴിഞ്ഞാല് പാട്രിഡ്ജ് ഇംഗ്ലീഷിൽ പറയും, നമ്മൾ മലയാളത്തിൽ തിത്തിരി എന്ന് പറഞ്ഞ ഒരു പക്ഷി പറയും. അപ്പൊ ആ ഒരു പക്ഷിയുടെ കൂട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നു. പുള്ളി പറയുന്നത് മയിലും കുഞ്ഞുങ്ങളാണ്. പിഞ്ചിട ഇത്തന സങ്കീർൺ താക്കി वे पक्षी शावक जाली के गोल फ्रेम में किसी जड़े चित्र जैसे लग रहे थे. അപ്പൊ ആ കൂട് വളരെ കൺജസ്റ്റഡ് ആയിരുന്നു.
അപ്പം അതുകൊണ്ട് എന്താണ് ഈ പക്ഷിശാവക് എന്ന് വെച്ചാൽ പക്ഷിക്കുഞ്ഞുങ്ങള്, ഈ പക്ഷിക്കുഞ്ഞുങ്ങള് ഒരു സർക്കുലർ ഫ്രെയിമിനകത്ത് പടവിരിക്കുന്ന പോലെയാണ് ലേഖികയ്ക്ക് തോന്നിയത്. മേരെ നിരീക്ഷൺ കെ സാത്ത് സാത്ത് ബഡേ മിയാ കെ ഭാഷൺ മേൽ ചലി ജാ രഹി ഥി. അപ്പൊ പുള്ളിക്കാരി ഈ ലേഖിക ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്താണ്, നമ്മുടെ കച്ചവടക്കാരൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുള്ളിയുടെ ആ സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈമാൻ കസം, പുള്ളി പറയുന്നതാണ് ഈമാൻ കസം, ഗുരുജി ചിടിമാറിനെ മുझसे इस मोर के जोड़े के नकद 30 रुपये लिए है. അതായത് സത്യമായിട്ടും ഗുരുജി, വേട്ടക്കാരൻ എന്റെ കയ്യിൽ നിന്നും ഈ ജോഡി പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് 30 രൂപ, 30 രൂപ എന്ന് വെച്ചാൽ 30 രൂപ മേടിച്ചു. बारहा कहा, वही जरा सोच तो, अभी इनमें मोर की कोई खासियत भी है कि तू इतनी बड़ी कीमत ही मांगने चला. അതായത് വേട്ടക്കാരനോട് ബാരഹ എന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞു. അപ്പൊ വേട്ടക്കാരനോട് ഈ കച്ചവടക്കാരൻ വീണ്ടും പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കൂ, ഇപ്പൊ എനിക്ക് ഈ മയിലും കുഞ്ഞുങ്ങൾ അത്ര ഒരുപാട് വലിയ അത്യാവശ്യമൊന്നുമില്ല, എന്റെ അല്ല വളരെ ആവശ്യമുള്ള ഒരു കാര്യമൊന്നുമല്ല, പിന്നെ ഇത്രയും രൂപയൊക്കെ എന്തിനാണ് എന്റെ നിന്ന് മേടിക്കുന്നത്. പർവ മൂഞ്ചി ഹ്യോ സുന്നേലക, മൂഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാല് പിശുക്കൻ, ആ പിശുക്കൻ പക്ഷെ അതൊന്നും കേട്ടില്ല. ആപ്കാ ഖയാൽ കർക്കെ അച്ചതാ പച്ചതാക്കർ ദേനാഹി പട. ഞാൻ വില കുറയ്ക്കണമെന്നൊന്നും പറഞ്ഞതൊന്നും വേട്ടക്കാരൻ കേട്ടില്ല. എന്നിട്ടും ഈ കച്ചവടക്കാരൻ പറയുകയാണ്, എന്താണ്, ലേഖികയെ ഓർത്ത് എന്താണ് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിൽ ആ പൈസ കൊടുത്ത മയിൽ കുഞ്ഞുങ്ങളെ മേടിച്ചു. അബാബ് ജോ മുനാസിബ് സംജി, ഇനി താങ്കൾ ഉചിതമായിട്ടുള്ളത് താങ്കൾ ചെയ്യും. മുനാസിബ് എന്ന് വെച്ചാൽ ഉചിതമായിട്ടുള്ളത്. അസ്തു 30 चिड़ीमार के नाम की और 5 बड़े मियाँ के ईमान की देकर जब मैंने वह छोटा पिंजरा कार में रखा, तब मानो वह जाली के चौकटे का चित्र जीवित हो गया. अदाയത് 30 രൂപ ചിടിമാർ കെ നാം കി, അതായത് വേട്ടക്കാരന് വേണ്ടി, और 5 बड़े मियाँ के ഈമാൻ കി. അപ്പം 5 രൂപ എന്താണ് ഈ ദുഃഖാന്താർ, ബഡേമിയ എന്ന് വെച്ചാൽ ദുഃഖാന്താറിനെ വിളിക്കുന്നതാണ് ബഡേമിയയുടെ കമ്മീഷൻ. അപ്പം ലേഖി എത്ര രൂപ കൊടുത്തു? 30 രൂപ ചെടിമാറിന് കൊടുത്തതും 5 രൂപ കടക്കാരന്റെ കമ്മീഷനും കൊടുത്തു. എന്നിട്ട് ജബ് മൈനെ വഹ് ചോട്ടാ പിഞ്ചറ കാർമേ രഖ, ജബ് എന്ന് വെച്ചാൽ ഞാന് ഈ അതായത് ലേഖിക ഈ ചെറിയ കൂട് തന്റെ കാറിൽ വെച്ചപ്പോൾ എന്താണ്, തബ് മാനോ വഹ് ജാലി കെ ചൗക്കട്ടെ കാ ചിത്ര ജീവിത് ഹോ ഗയ. അതായത് ഈ കൊച്ചു കൂടെടുത്ത് തന്റെ കാറിൽ വെച്ച് കഴിഞ്ഞപ്പോ എന്താണ്, നേരത്തെ ഒരു റൗണ്ട് ഫ്രെയിമിലെ ഒരു ചിത്രം പോലെയാണ് ആ 2 കുഞ്ഞുങ്ങളെ കണ്ടപ്പോ തോന്നിയത്, ഇപ്പൊ അതിന് ജീവൻ വെച്ചതായിട്ട് തോന്നി. दोनों पक्षी शावकों के चटपटाने से लगता था मानो पिंजरा ही सजीव और उठने योग्य हो गया है. അതായത് ഈ കാറിലോട്ട് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും ഈ പക്ഷി കുഞ്ഞുങ്ങൾ എന്തായി, അങ്ങ് സ്മാർട്ടായി. അപ്പം അവരുടെ ആ ഒരു ബഹളത്തിനിടയിലും അവർ പറന്ന് കാണിക്കാനുള്ള ശ്രമത്തിനിടയിൽ എന്താണ്, ആ ലേഖികയ്ക്ക് തോന്നി ഈ കൂടോടുകൂടി ഇതിപ്പം പറക്കുമെന്ന്. घर पहुंचने पर सब कहने लगी तीतर है മോർ കേക്കർ ടഗ്ലിയാ ഹെ. ആ വീട്ടിൽ ചെന്നപ്പോ തന്നെ എല്ലാവരും അങ്ങ് പറയാൻ തുടങ്ങി, എന്താണ്, ഇത് തീത്തറാണ്, അല്ലാതെ ഇത് മയിലൊന്നുമല്ല. മയിലാന്നും പറഞ്ഞ് പറ്റിച്ചിരിക്കുക. ടഗ്ജാനാന്ന് വെച്ചാ നമ്മള് പറ്റിക്കപ്പെടുക. അപ്പം ഈ ലേഖിക പറ്റിക്കപ്പെട്ടു എന്നാണ് വീട്ടുകാരെല്ലാം പറയുന്നത്. കഥാചിത് അനേക് ബാർ ടഗേ ജാനെ കെ കാരൺ ഹി ടഗേ ജാനെ കെ ബാദ് മേരെ ചിട്ട് ജാനെ കി ദുർബലത ബൻ ഗയി ഹെ. അതായത് ഇപ്പൊ ലേഖിക പലയിടത്തും ഇതുപോലെ പല കാര്യത്തിലും ലേഖിയെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോ തന്നെ എന്താണ്, ലേഖിക്ക് അങ്ങ് ചിടിജാന എന്ന് വെച്ചാൽ ഇറിറ്റേറ്റഡ് ആവുകയാണ്. അപ്പം അങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു സ്വഭാവം. അപ്പം അപ്രസന്ന ഹോക്കർ मैंने कहा मोर के क्या सुरखाब के पर लगे हैं, है तो पक्षी ही, चिढ़ा दिया जाने के कारण ही संभव था उन दोनों पक्षियों के प्रति मेरे व्यवहार और यत्न में कुछ विशेषता आ गई. അപ്പൊ ഇങ്ങനെ ലേഖിക വീട്ടിലെല്ലാം കളിയാക്കിയപ്പോ ലേഖിക എങ്ങനെയുള്ള അപ്രോച്ചാണ് സ്വീകരിച്ചത്? അതൊന്നും കുഴപ്പമില്ല, ഏതായാലും പക്ഷി കുഞ്ഞുങ്ങൾ തന്നെയല്ലേ, ഏതായാലും ഒരുപോലെ ഉള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങ് ലേഖിക എടുത്തു. पहले अपने पढ़ने लिखने के कमरे में उनका पिंजरा रखकर उसका दरवाजा खोला, फिर 2 कटोरे में सत्तू की छोटी छोटी गोलियां और पानी रखा. അപ്പൊ ആദ്യമേ
ആദ്യമേ തന്നെ ലേഖ്യം തെച്ച് താൻ പഠിക്കുന്ന മുറി കൊണ്ടുവന്നിട്ട് ഈ കൂടും പക്ഷി കുഞ്ഞുങ്ങളെയും കിടന്ന് വെച്ചു. എന്നിട്ട് ആ കൂടിന്റെ വാതിൽ തുറന്നു, അതായത് തന്റെ റൂമിൽ വെച്ചിട്ട്. എന്നിട്ട് എന്താണ്, 2 പാത്രത്തിനകത്ത് ഒരെണ്ണത്തിനകത്ത് കുറച്ച് ബാർലിയും ഒരെണ്ണത്തിനകത്ത് കുടിക്കാൻ കുറച്ച് വെള്ളവും വെച്ചു കൊടുത്തു. വേ ദോനോ चूहेदानी जैसे पिंजरे से निकलकर कमरे में मानो खो गए, कभी मेज के नीचे घुस गए, कभी अलमारी के पीछे. അതായത് ഈ കൂടിന്റെ വാതിൽ ഞങ്ങൾ തുറന്നതോടുകൂടി എന്താണ്, ചൂഹേദാനി ജയ്സെ, ചൂഹേദാനി എന്ന് വെച്ചാൽ മൗസ് റാറ്റ്. അപ്പൊ ഈ എലിയെ പോലെ അതെന്താണ്, ആ കൂട്ടിന്ന് പുറത്തിറങ്ങി അവിടെ ഇവിടെയും കയറി അങ്ങ് ഒളിച്ചു. ചിലപ്പോ മേശയുടെ താഴെയും ചിലപ്പോ അലമാരിയുടെ പുറകിലും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ ഒളിച്ചും പാത്തും കളിച്ചു. अंत में इस लुकाछिपी से तककर उन्होंने मेरे रद्दी कागजों की टोकरी को अपने नए बसेरे का गौरव प्रदान किया. अंत में इस लुकाछिपी से तककर उन्होंने मेरे रद्दी कागजों की टोकरी को अपने नए बसेरे का गौरव प्रदान किया. लुकाछिपी എന്ന് വെച്ചാൽ ഹൈഡ് ആൻഡ് സീക്ക്, ബസേര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽട്ടർ. അപ്പം ഈ മയില് കുഞ്ഞുങ്ങൾ ഇങ്ങനെ എന്താണ് ഒളിച്ചും പാത്തും കളിച്ച് കുഴഞ്ഞു കഴിയുമ്പോ എന്താണ്, ലേഖികയുടെ പഴയ പേപ്പറൊക്കെ വെക്കുന്ന ഒരു കൊട്ടയ്ക്കകത്ത് കയറി റെസ്റ്റ് എടുക്കും. 2-4 दिन वे इसी प्रकार दिन में इधर उधर गुप्तवास करते और रात में रद्दी की टोकरी में प्रकट होते रहे. അങ്ങനെ 2-3 ദിവസത്തേക്ക് എന്താണ്, ഈ കുഞ്ഞുങ്ങള് അവിടെ ഇവിടെയെല്ലാം ഒളിച്ചും കളിച്ചിട്ട് രാത്രിയാവുമ്പം ആ പഴയ പേപ്പറൊക്കെ വെക്കുന്ന കൊട്ടയ്ക്കകത്ത് കയറി വിശ്രമിക്കും. फिर आश्वस्त हो जाने पर कभी मेरे मेज पर, कभी कुर्सी पर और कभी मेरे सिर पर. फिर आश्वस्त हो जाने पर कभी मेरे मेज पर, कभी कुर्सी पर और कभी मेरे सिर पर अचानक आविर्भूत होने लगे. പിന്നെന്തായി, പിന്നെ പോകെ പോകെ ലേഖികയുടെ മേശപ്പുറത്തും കസേരയുടെ പുറത്തും ലേഖയുടെ തലയുടെ മുകളിൽ വരെ വന്ന് ഇരിക്കാൻ തുടങ്ങി. खिड़कियां में तो जाली लगी थी, पर दरवाजा मुझे निरंतर बंद रखना पड़ता था. അപ്പോ ഈ മയില് കുഞ്ഞുങ്ങളെ വളർത്തുന്ന മുറിയുടെ ജനല് വല പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ആ മുറിയുടെ കതക് ലേഖികയ്ക്ക് അടച്ചിടേണ്ടി വരുമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ खुला रहने पर चित्रा इन नवागंतुकों का पता लगा सकती थी और तब उनकी शोध का क्या परिणाम होता यह अनुमान करना कठिन नहीं है. അതെന്താണ്, ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഖികയുടെ പൂച്ചയാണ്. ഈ ലേഖികയുടെ ലേഖികയുടെ വീട്ടിലെ മറ്റു ജീവികളൊന്നും ഈ വന്ന മയിലും കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. അപ്പൊ ഈ ബില്ലി ഈ നവാഗന്തുകം കാ പത്താ ലഗാ സക്തി ഹൈ. നവാഗന്തുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കമേഴ്സ്. ഈ ന്യൂ കമേഴ്സിനെ കുറിച്ച് बिल्ली അറിയും. और तब उसके शोध का क्या परिणाम होता यह अनुमान करना कठिन नहीं है. वैसे वह चूहों पर भी आक्रमण नहीं करती, परंतु यहाँ तो 2 सर्वथा अपरिचित पक्षियों की अनधिकार चेष्टा का प्रश्न था. उसके लिए दरवाजा बंद रहे और ये दोनों ऐरे गैरी मेरी मेज को अपना सिंहासन बना ले. यह स्थिति चित्रा जैसी अभिमानी मार्चारी के लिए असहुआ ही कही जाएगी. അതായത് പൂച്ച ഈ റൂമിനകത്ത് ഈ മൈന കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പൂച്ചയ്ക്കും വളരെ വിഷമം ഉണ്ടാവും. ഈ പൂച്ചയുടെ ബേസിക് സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എലിയെ പോലും ആക്രമിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീർത്തും അപരിചിതരായ 2 മയിലും കുഞ്ഞുങ്ങള് ഫുൾ അധികാരത്തോടു കൂടി ലേഖിയുടെ റൂമില് താമസിക്കുന്നു. ലേഖിയുടെ മേശ തന്നെ അവരുടെ സിംഹാസനമാക്കിയാണ് അവര് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിത്രയെ പോലെ അഭിമാനിയായ പൂച്ചയ്ക്ക് തീരെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഓർത്തിട്ടാണ് എന്ത്, ലേഖിക ഈ ബില്ല് കാണാതെ ഈ മയില് കുഞ്ഞുങ്ങളെ ഈ റൂമിനകത്ത് കഥകടച്ച് വെച്ചോണ്ടിരിക്കുന്നത്. जब मेरे कमरे का कायाकल्प चिड़िया खाने के रूप में होने लगा, तब मैंने बड़ी कठिनाई से दोनों चिड़ियों को पकड़कर जाली के बड़े घर में पहुंचाया, जो मेरे जीव जंतुओं का सामान्य നിവാസ്. അപ്പൊ ഈ മയിലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുറെ ദിവസം ലേഖികയുടെ റൂമിൽ താമസിച്ചപ്പോ അവസാനം ആ റൂമിന്റെ ഒരു കായകൽപ്പം എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ തന്നെ അങ്ങ് മാറി. അതൊരു എന്താണ്, ചിടിയാഖാനയായി, അതായത് കിളികളെയൊക്കെ പാർപ്പിക്കുന്ന പക്ഷികളെയൊക്കെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം പോലായി, ഒരു മുറി പോലെ തോന്നത്തില്ല. അപ്പൊ എന്താണ്, വളരെ വിഷമത്തോടു കൂടി തന്നെ ലേഖി എന്ത് ചെയ്തു, ഈ 2 പക്ഷികളെയും തന്നെ തന്റെ വീട്ടില് ഈ ജീവജന്തുക്കളെയൊക്കെ താമസിപ്പിക്കുന്ന
സ്ഥലത്തേക്ക് മാറ്റി. അപ്പം ഇതിന് മനസ്സിലായ ലേഖയുടെ വീട്ടിൽ ഒരുപാട് ജീവികളെ ലേഖിക വളർത്തുന്നുണ്ട്. അവരാരൊക്കെയാ നമുക്ക് നോക്കാം. दोनों नवागंतुकों ने पहले से रहने वाले में वैसा ही कुतूहल जगाया जैसे नववधु के आगमन पर परिवार में स्वाभाविक है. അപ്പം दोनों नवागंतुकों രണ്ട് ന്യൂകമേഴ്സും കൂടി എന്താണ്, നീ പെഹലെ സേ രഹനെ വാലെ മീൻ നേരത്തെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ജീവികളില് വൈസാഹി കുതൂഹൽ ജഗായ അവരിൽ ഒരു കൗതുകമുണ്ടാക്കി. ജൈസ നവവധു കെ ആഗമൻ പർ പരിവാറിനെ സ്വാഭാവികേ. അതായത് അപ്പോ ഈ രണ്ട് ന്യൂ കമേഴ്സ് വന്നപ്പോൾ അവിടെ നേരത്തെ താമസിക്കുന്ന ജീവികളില് ഏത് തരത്തിലുള്ള കൗതുകമാണ് ഉണ്ടായത്? ഒരു കുടുംബത്തില് ഒരു നവവധു വന്ന് കയറുമ്പം ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരുണ്ടാവുന്ന ഒരു കൗതുകം പോലെ ഈ ജീവികളും ഒരു കൗതുകം കാണിച്ചു. ലക്കാ കബൂतर നാച്ചന ചോड़कर दौड़ पड़े और उनके चारों ओर घूम घूम कर गुठरगु की रागिनी അലാപിനെ ലഗി. കബൂത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവ്. അപ്പൊ പ്രാവ് ഈ ഡാൻസ് കളിക്കുന്ന നിർത്തിയിട്ട് നാച്ചന ചോടുക്കർ ഈ പുതിയ ഡാൻസ് കളിക്കുന്നൊക്കെ വിട്ടിട്ട് ഈ പുതിയ ഗസ്റ്റുകളുടെ ചുറ്റും കിടന്ന് കറങ്ങി ഒരു ഗുട്ടറുഗു എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി ആ രീതിയിൽ ഇങ്ങനെ പാടാൻ തുടങ്ങി. बड़े खरगोश सभ्य सभासदों के समान क्रम से बैठकर गंभीर भाव से उनका निरीक्षण करने लगे. അതേസമയം ഖർഗോഷ് എന്ന് വെച്ചാൽ റാബിറ്റ് മീറ്റിങ്ങിനൊക്കെ ആളുകൾ ഇരിക്കുന്ന പോലെ നല്ല ഡീസെന്റ് ആയിട്ടൊക്കെ ഇരുന്ന് ഗംഭീര ഭാവത്തില് ഈ പുതിയ വന്ന ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഉൻകി ഗേന്ദ് ജൈസെ ചോട്ടെ ഖർഗോഷ് ഉൻകി ചാരോ ഓർ ഉജൽ കൂദ് മച്ചാനെ ലഗി. ഊൻകി ഗേന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂൾ ബോൾ, അതായത് നമ്മുടെ ഈ വൂളില്ലേ സെറ്ററൊക്കെ തുന്നുന്ന വൂളിന്റെ ബോള്, വൂളിന്റെ ബോള് ഇരിക്കും ഈ നമ്മുടെ ഈ റാബിറ്റ് കുഞ്ഞുങ്ങളെ കണ്ട. അപ്പൊ അതുപോലെ വൂളിന്റെ ബോൾ ഉരുളുന്ന പോലെ കുറെ റാബിറ്റ് കുഞ്ഞുങ്ങൾ എന്താണ് ഈ പുതിയ അതിഥിയുടെ ചുറ്റും കടന്ന് ഇങ്ങനെ കുത്തിമറിയാൻ തുടങ്ങി. തോത്തെ മാനോ भली भांति देखने के लिए एक आंख बंद करके उनका परीक्षण करने लगे. തോത്ത എന്ന് വെച്ചാൽ തത്ത ഇവരുടെയൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു കണ്ണൊക്കെ അടച്ച് ഒരു സൈഡിൽ കൂടി ഇവരെ ഇങ്ങനെ നിരീക്ഷിച്ച് പരീക്ഷിച്ചുകൊണ്ട് ഇരുന്നു. ഉസ് ദിൻ മേരെ ചിടിയാഘർ മേ മാനോ ഭൂചാൽ ആകയാണ്. ആ ദിവസം എന്താണ് അവരുടെ ലേഖികയുടെ എന്താണ് പക്ഷിക്കൂട്ടിലും അല്ലെ ജീവികളെ താമസിക്കുന്നിടത്തും ഒക്കെ ഭയങ്കര ഭൂകമ്പം വന്ന ഒരു പ്രതീതിയായിരുന്നു. धीरे धीरे दोनों मोर के बच्चे बढ़ने लगे. उनका कायाकल्प वैसा ही क्रमशः और रंगमय था जैसा इल्ली से तितली का बनना. അപ്പോ ധീരെ ധീരെ പതുക്കെ രണ്ട് മയിലും കുഞ്ഞുങ്ങളും വളരാൻ തുടങ്ങി. കായാകൽപ്പ് എന്ന് വെച്ചാൽ അവരുടെ ശരീരപ്രകൃതി. അപ്പൊ അവരുടെ ശരീരപ്രകൃതിയും എന്താണ് വൈസാഹി ക്രമശഃ അവർ രംഗമയത്ത ക്രമമായിട്ട് നല്ല എന്താണ് നിറമൊക്കെ വന്ന് നല്ല ഭംഗിയാവാൻ തുടങ്ങി. അതിനെ ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഇല്ലീസെ തിത്തലി ആവുന്ന പോലെ. തിത്തലി എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ. പുഴുവിൽ നിന്നും അതായത് വേമിൽ നിന്നും ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത് പോലെ ആയിരുന്നു, ബട്ടർഫ്ലൈയിലേക്ക് ഉള്ളൊരു മാറ്റം ഉണ്ടാകുന്ന പോലെയായിരുന്നു ഈ മയിലും കുഞ്ഞുങ്ങള് കുഞ്ഞായിരുന്നപ്പോ നിന്നും വളർന്നു വന്നപ്പോ. അതായത് കൂടുതൽ വളർന്നു വരുന്തോറും മയിലും കുഞ്ഞുങ്ങൾ കൂടുതൽ ഭംഗിയായി വളർന്നു വന്നപ്പോ ഈ മയിലും കുഞ്ഞുങ്ങൾക്കുണ്ടായ മാറ്റമാണ് ഇനിയുള്ള പാരഗ്രാഫിൽ വർണ്ണിക്കുന്നത്. മോർ കി സിർക്കി കലകി ഔർ സക്കൻ ഊഞ്ചി തഥാ ചംകിലി ഹോഗി. അതായത് ഈ മയിലിന്റെ തലയിലെ ഈ ചെറിയ തൂവല് നല്ല കൂടുതൽ കട്ടിയിലും നല്ല നീളത്തിലും നല്ല ഉയരത്തിലും നല്ല തിളക്കത്തിലും ഒക്കെ വന്നു. ചോഞ്ച് അധിക് ബെങ്കിം ഔർ പൈനി ഹോഗി. ചുണ്ട് നല്ല കൂർത്തിട്ട് വന്നു. ഗോൾ ആങ്കോ മീം ഇന്ദ്രനിക്ക് നീല ദ്യുതി ജലക്കിനി ലക്കി. അതായത് നല്ല ഇരുണ്ട കണ്ണില് നല്ല നീല കളറൊക്കെ വരാൻ തുടങ്ങി. ലംബി നീൽ ഹരിത് ഗ്രീവ की हर भंगिमा में धूप चाही तरंगों उठने गिरने लगी. ഗ്രീവ എന്ന് വെച്ചാൽ കഴുത്ത്, ഭംഗിമ എന്ന് വെച്ചാൽ ഓരോ രീതി പോസ് ചെയ്ത് നമ്മളെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യത്തില്ലേ. അപ്പം ഈ നീളമുള്ള എന്താണ് നീല കളറും പച്ച കളറും കൂടെ ഒക്കെ കലർന്ന ആ കഴുത്ത് ഓരോ വട്ടം ഓരോ സൈഡിലോട്ട് തിരിക്കുമ്പോഴും അതിനകത്ത് വെയിൽ തട്ടിയിട്ട് അത് പല പല നിറത്തില് തിളങ്ങാൻ തുടങ്ങി. दक्षिण वाम दोनों पंखों में सलेटी और सफेद आलेखन स्पष्ट होने लगे. അതായത് ഈ ചിറകൊക്കെ വരുന്ന ആ ഭാഗത്തൊക്കെ നല്ല 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 ഭംഗിയുള്ള വരകളും കളറുള്ള വരകളും ഒക്കെ വരാൻ തുടങ്ങി. പൂഞ്ച് ലംബി ഹുയി
और उसके पंखों पर चंद्रिकाओं के इंद्रधनुषी रंग उत्थित हो उठे. ഇന്ദ്രധനുഷി രംഗം എന്ന് വെച്ചാൽ റെയിൻബോ കളേഴ്സ്. അപ്പൊ തന്റെ വാലിലും ചിറകിലും എല്ലാം നല്ല റെയിൻബോ കളേഴ്സ് ഒക്കെ മയിലിൻ കുഞ്ഞിന്റെ വരാൻ തുടങ്ങി. രംഗരഹിത് पैरों को गर्वीली गति ने एक नई गरिमा से रचित कर दिया. അതായത് രംഗരഹിത് പൈരോ, അതായത് കാലിന് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലെങ്കിൽ തന്നെയും അതിന്റെ ഗർവീലി ഗതി എന്ന് വെച്ചാൽ പ്രൗഡ് സ്പീഡ്. അപ്പൊ അതിന്റെ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു നടത്തം ഈ നമ്മുടെ മയിലിന്റെ നടത്തത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയും പ്രൗഡ്നെസ്സും കൊടുത്തു. उसका गर्दन ऊंची कर देखना, विशेष भंगिमा के साथ उसे नीची कर दाना चुनना, पानी पीना, ठेड़ी कर शब्द सुनना आदि क्रियाओं में जो सुकुमारता और सौंदर्यता उसका अनुभव देखकर ही किया जा सकता है. അതായത് ഈ മയിലിന്റെ ഓരോ പ്രവൃത്തിയും, അതായത് ഉസ്ക ഗർദൻ ഊഞ്ചി കർ ദേഖന, കഴുത്തുയർത്തി നോക്കുന്നത്, വിശേഷ് ഭംഗിമ കെ സാത്ത് ഉസെ നീച്ചി കർ ദാന ചുഗന, പ്രത്യേക പോസോടുകൂടി ആ കഴുത്ത് താഴെയാക്കി ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, അതുപോലെ ഠേഡിക്കർ ശബ്ദ സുന്ന, തല പ്രത്യേക ഭാഗത്തോട്ട് ചരിച്ച് ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അത് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു പ്രത്യേക സുകുമാരതയും സൗന്ദര്യതയും ഉണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് അനുഭവിച്ചാൽ മാത്രം അറിയാവുന്ന ഒരു സൗന്ദര്യമായിരുന്നു. ഗതിക ചിത്ര നഹി ആക്കാ ജാ സക്ത. അപ്പൊ ഇത് നമ്മൾ വെറുതെ ഒരു അപ്രൈസലിലൂടെ ഒന്നും നമുക്ക് പറ്റത്തില്ല, നമുക്ക് മനസ്സിലാവില്ല. അത് ശരിക്കും നമ്മളത് കാണണം. मोरनी का विकास मोर के समान चमत्कारिक तो नहीं हुआ, परंतु अपनी लंबी धूपचाही गर्दन हवा में चंचल कलगी, पंखों की श्याम श्वेत पत्रलेखा, मंतर गति आदि से वह भी मोर की उपयुक्त सहचारिणी होने का प्रमाण देने लगी. അപ്പം ഈ മോറിന്റെ വികാസമാണ്, അതായത് ആൺമയിലിന്റെ വികാസമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പെൺമയിലിന്റെ വികാസം ആൺമയിലിന്റെ വളർച്ചയ്ക്കുള്ള ഉണ്ടായ പോലെ അത്രയും ഭംഗി വന്നില്ലെങ്കിലും പെൺമയിലിനും കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ്, അപ്പിനി ലംപി ധൂപ് ചാഹി കരുതൻ, തന്റെ നീളമുള്ള വെയിൽ തട്ടുമ്പോ തിളങ്ങുന്ന നല്ല കഴുത്ത്, ഹവാമി ചഞ്ചൽ കലകി, തലയിലുള്ള ആ തൂവല് കാറ്റടിക്കുമ്പോഴേക്ക് ഇങ്ങനെ അനങ്ങുന്നതും, പങ്കോക്കി ശ്യാം ശ്വേത് പത്രലേഖ, ചിറകിലുള്ള കറുത്തതും, ശ്യാം എന്ന് വെച്ചാൽ കറുത്ത, ശ്യാം രംഗം എന്ന് വെച്ചാൽ കറുത്ത കളറ്, ശ്വേതം എന്ന് വെച്ചാൽ വെളുത്ത കളർ, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള വലകളും, മന്ദർഗതി അതായത് പതുക്കെയുള്ള ഒരു മന്ദത്തിലുള്ള ഒരു നടത്തയും, ആദി സേ വഹ് ബി മോർ കെ ഉപയുക്ത സഹചാരിണി ഹോനെ കാ പ്രമാൺ ദേനിരിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള പല ക്വാളിറ്റീസും ഉള്ളത് കൊണ്ട് ആ മോറിനെയും ഈ അതായത് ആൺമയിലിന്റെ നല്ലൊരു സഹചാരിണിയാണെന്ന് സ്ഥാപിച്ചു. नीलाभ ग्रीवा के कारण मोर का नाम रखा गया नीलकंठ, और उसकी छाया के समान रहने के कारण मोरने का नामकरण हुआ राधा. അപ്പം ഈ കഴുത്തില് നീല കളർ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ആൺമയിലിനെ നീലകണ്ഠൻ വിളിച്ചു. നീലകണ്ഠന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് ആ പെൺമയിലിനെ രാധയെന്നും വിളിച്ചു. मुझे स्वयं ज्ञात नहीं कि कब नीलकंठ ने अपने आप को चिड़ियाघर के निवासी जीव जंतुओं का सेनापति और संरक्षक नियुक्त कर लिए. അങ്ങനെ പോകെ പോകെ ലേഖികയ്ക്ക് തന്നെ മനസ്സിലായില്ല എപ്പോഴാണ് ഈ നീലകണ്ഠ് ആ ചിടിയാഘറിലെ സർവ സേനാപതിയെ പോലെ പെരുമാറുന്നതും സംരക്ഷകനും അല്ലാതെ ലീഡറായിട്ടും ഒക്കെ സ്വയം നിയുക്തനായത് എപ്പോഴാണെന്ന് ലേഖിക അറിഞ്ഞില്ല. അപ്പൊ കുറെ നാളെങ്കിലും ലേഖിക്ക് മനസ്സിലായി എന്താണ്, ഈ ആൺമയിലാണ് ആ ചിടിയാഘർ നിയന്ത്രിക്കുന്നത്. सवेरे ही वह सब खरगोश कबूतर आदि की सेना एकत्र कर उस ओर ले जाता जहां दाना दिया जाता है. അപ്പൊ രാവിലെ, സവേരെ എന്ന് വെച്ചാൽ രാവിലെ, അപ്പൊ രാവിലെ തന്നെ ഈ മുയലിനെയും പ്രാവിനെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് നയിച്ചു കൊണ്ടുപോകുന്നതെല്ലാം ഈ ആൺമയിലാണ്. എന്നിട്ട് ഇവരെ എല്ലാരെയും കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നതെല്ലാം കഴിപ്പിക്കുകയും और घूम घूम कर मानो सबकी रखवाली करता रहता, എന്നിട്ട് ചുറ്റും കറങ്ങി നടന്ന് എല്ലാവരുടെയും ക്ഷേമം എല്ലാം അന്വേഷിക്കും. किसी ने कुछ गड़बड़ की और वह अपने तीखे चंचू प्रहार से धन देने दौड़ा. ഇതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പിടുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ തന്റെ കൂർത്ത ചുണ്ടുകൊണ്ട് കൊത്താനായിട്ടിട്ട് ഓടിക്കും.
അപ്പൊ അങ്ങനെ അത് പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ അതിന് പൊരുത്തക്കേട് കാണിക്കാനും അങ്ങനെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാൻ, ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനും ഒന്നും ഈ ആൺമയില് സമ്മതിക്കില്ല. खरगोश के छोटे बच्चों को वह चोंच से उनके कान पकड़कर ऊपर उड़ा लेता. അതായത് ഈ മീനുകുഞ്ഞുങ്ങളെയൊക്കെ ഈ മയില് അതിന്റെ ചുണ്ടുകൊണ്ട് അതിന്റെ ചെവിയിൽ പൊക്കി ഇങ്ങനെ എടുക്കുമായിരുന്നു. और जब तक वे आर्तक्रंदन न करने लगे उन्हें अधर में लटकाए रखता. അപ്പൊ അത് എന്താണ് എതിർക്കാതിരിക്കുന്നിടത്തോളം അതിന്റെ എന്താണ് ഈ അതിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് ചുണ്ടുകൊണ്ട് തലോടിക്കൊണ്ടിരിക്കും. कभी कभी उसकी पहली चोंच से खरगोश के बच्चों का कर्मवीर संस्कार हो जाता था. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ഈ ചുണ്ട് കൊണ്ട് ഈ മയിലും കുഞ്ഞുങ്ങളുടെ ചെവിയൊക്കെ മുറിയാറുണ്ട്. അതിനെയാണ് ഈ കർണവേദ സംസ്കാരം. അതായത് നമ്മൾ ചെവി കുത്തുന്നതിന്, ചെവി കമ്മലിടാനായിട്ടൊക്കെ ചെവി കുത്തത്തില്ല, അതിനാണ് കർണവേദ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഒരു പരിപാടി ഇവിടെ നടക്കും. ചിലപ്പോ ഈ ചുണ്ടുകൊണ്ട് ഈ മയിലും കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ചെവിയൊക്കെ ചിലപ്പോൾ മുറിയാറുണ്ട്. पर वे फिर कभी उसे क्रोधित होने का अवसर न देते. അതായത് ഒരു വട്ടം മയിലിന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കും. പിന്നെ ഒന്നും കൂടെ എന്താണ് മുയലിനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ നോക്കും, ഇങ്ങനെ കുത്തിവേദനിപ്പിച്ച്. दंडविधान के समान ही उन जीव जंतुओं के प्रति उसका प्रेम भी असाधारण था. അപ്പം ഈ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഇത് ആൺമയില് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിലും അതിന് ബാക്കിയുള്ള ജീവജന്തുവിനോട് ഭയങ്കരമായ സ്നേഹവും ഉണ്ടായിരുന്നു. प्रायः वह मिट्टी में पंख फैलाकर बैठ जाता और वे सब उसकी लंबी पूंछ और सघन पंखों में चुआ चुओल सा खेलता रहते थे. അതായത് ഈ ഫ്രീ ടൈം ഇതില് ഇവര് പുറത്തൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മണ്ണില് തന്റെ ചിറക് വിരിച്ച് ഈ മയിലിരിക്കും. എന്നിട്ട് അതിനകത്ത് അതില് എന്താണ് തൊട്ടില്ല എന്നുള്ള കളിയൊക്കെ കളിച്ച് ബാക്കിയുള്ള ജീവികളും നല്ല രസമായിട്ടിരിക്കും. അപ്പൊ അതിനെല്ലാം ഇങ്ങനെയുള്ള സൗകര്യമൊക്കെ ഈ ആൺമയില് ഉണ്ടാക്കി കൊടുക്കും. ऐसे ही किसी स्थिति में एक सांप जाली के भीतर पहुंच गया. सब जीव जंतु भागकर इधर उधर चिपके. केवल एक शिशु खरगोश सांप की पकड़ में आ गया. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഒരു പാമ്പ് ഇവര് കളിക്കുന്നിടത്തേക്ക് ഇവരുടെ ഇതിന്റെ അകത്തേക്ക്, ഈ വീടിന്റെ അകത്തേക്ക് വന്നു, ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് വന്നു. അപ്പം ബാക്കി എല്ലാ ജീവജന്തുക്കളും പല ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും ഒരു കുഞ്ഞ് മീലിന് മാത്രം അവിടുന്ന് ഈ പാമ്പിന്റെ പിടിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പൊ ആ പാമ്പ് ആ കുഞ്ഞു മീലിനെ പിടിച്ചു. निगलने के प्रयास में सांप ने उसका आधा पिछला शरीर तो में दबा रखा था. शेष आधा जो बाहर था उससे ची ची का स्वर भी इतना तीव्र नहीं निकल सकता था कि किसी को स्पष्ट सुनाई दे सके. അതായത് ഈ മീനുകുഞ്ഞിനെ പാമ്പ് അങ്ങ് വായിലേക്ക് കടിച്ചു പിടിച്ചു. അപ്പം ആ മീനുകുഞ്ഞിന്റെ പകുതി ബാക്കിലുള്ള പകുതി ശരീരഭാഗം പാമ്പിന്റെ അകത്തായി, പകുതി ഭാഗം പുറത്തു. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞു ശബ്ദം അത്ര തീവ്രമൊന്നും അല്ലായിരുന്നു. അത് എല്ലാവർക്കും ഒന്ന് സ്പഷ്ടമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. നീലകണ്ഠ് ദൂർ ഊപ്പർ ചൂലെ മേ സോ രഹാ താ. പക്ഷെ ഇതേ സമയം നീലകണ്ഠൻ ഇച്ചിരി ദൂരെ മാറി ഒരിടത്ത് ഒരു പള്ളിയിൽ ചാരി ഉറങ്ങുകയായിരുന്നു. उसी के चौकन्ने कानों ने उस मंद स्वर की व्यथा पहचानी और वह पूंछ पंख समेटकर सर से एक झपट्टे में नीचे आ गया. പക്ഷെ ദൂരെ നിന്ന് ഉറങ്ങായിരുന്ന നീലകണ്ഠൻ ഇത് കേട്ടു. എന്താണ്, നീലകണ്ഠന്റെ ചെവി നല്ല സെൻസിറ്റീവ് ആണ്, നല്ല കെയർഫുൾ ആയിട്ടാണ് അത് ഉറങ്ങുന്നത്. അപ്പം ഈ നീലകുഞ്ഞിന്റെ ആ കുഞ്ഞു കരച്ചിലാണെങ്കിൽ പോലും ആ ഉറക്കത്തിൽ നീലകണ്ഠൻ അത് കേട്ട് പെട്ടെന്ന് തന്നെ എന്താണ് റെഡിയായി താഴെ ഇറങ്ങി ഓടി വന്നു. संभवतः अपनी सहज चेतना से ही उसने समझ लिया होगा कि सांप के फन पर चोंच मारने से खरगोश भी घायल हो सकता है. അപ്പം ഈ നീലകണ്ഠൻ പെട്ടെന്ന് ഈ നീലകുഞ്ഞിനെ രക്ഷിക്കാൻ വന്നു. പക്ഷെ ഓടി വന്നപ്പോ നീലകണ്ഠൻ എന്ത് മനസ്സിലായി, ഈ പാമ്പിന്റെ ഈ ഫണത്തിലോട്ട് കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം ഈ മുയലുകുഞ്ഞിന്റെ മരണത്തിന് കാരണമാകും. കാര്യം ആ ഫണം വെച്ച് അത് ഓൺ ദി സ്പോട്ട് ഈ മുയലുകുഞ്ഞിനെ അത് ഉപദ്രവിക്കുകയും അത് മരണപ്പെടാനും സാധ്യത. അപ്പൊ എന്താണ് ചെയ്തത്,
उसने साम को फन के पास पंजों से दबाया और फिर चोंच से इतने प्रहार किया कि वह अधमര हो गया. അപ്പം ഈ എന്താണ് ഈ മയില് വളരെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്തു, ഈ പാമ്പിന്റെ പണത്തിന്റെ ഏകദേശം അടുത്തായിട്ട് ഈ കാല് കൊണ്ട് അങ്ങോട്ട് എന്താ ചെയ്തു, ചുണ്ടുകൊണ്ട് തട്ടാതെ കാലുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ എന്താ ചെയ്ത്, അപ്പം അതിന്റെ ഒരു കൺട്രോൾ തെറ്റിയല്ലോ. പിന്നെ എന്താണ് ചുണ്ടുകൊണ്ട് അതിനെ നല്ലോണം കൊത്തി. അപ്പം ഇതിനിടയിൽ എന്ത് പറ്റി, ആ കുഞ്ഞു മുയലിന് രക്ഷപ്പെടാൻ പറ്റി. पकड़ टेली पड़ते ही खरगोश का बच्चा मुख से निकल तो आया, परंतु निश्चेष्ट सा वही पड़ा रहा. അപ്പൊ ഇതിന്റെ ഇടയില് ഈ മുയലും കുഞ്ഞ് പാമ്പിന്റെ വായിൽ നിന്ന് പുറത്തോട്ട് വീഴും. പക്ഷെ അത് ഒരു അനക്കവും ഇല്ലാതെ അങ്ങ് കിടക്കുകയായിരുന്നു, പുറത്തു വന്നെങ്കിൽ. राधा ने सहायता देने की आवश्यकता नहीं समझी, परंतु अपनी मंद केगा से किसी असामान्य घटना की सूचना सब और प्रसरित कर दी. രാധയ്ക്ക് സഹായിക്കാനൊന്നുമുള്ള ആ ഒരു ഇതില്ലായിരുന്നു, എന്നാലും അത്രയുള്ള അറിവില്ല. എന്നാലും രാധ എന്ത് ചെയ്തു, രാധ എന്ന് വെച്ചാൽ പെൺമയില് തന്റെ ഒരു പ്രത്യേക ശബ്ദത്തില് ഒരു അപകട സൂചന എല്ലാവരെയും അറിയിച്ചു. മാലി പഹുഞ്ച ഫിർ ഹം സബ് പഹുഞ്ചി. അപ്പം ഈ പെൺമയിലിന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. നീലകണ്ഠ ജബ് സാം കെ ദോ ഘണ്ടാ കർ ചുകാ തബ് ഉസ് ശിശു खरगोश के पास गया और रात भर उसे पंखों के नीचे रखे उष्णता देता रहा. അപ്പൊ നീലകണ്ഠൻ എന്ത് ചെയ്തു, ഈ പാമ്പിനെ അങ്ങ് കൊത്തി 2 കഷ്ണമാക്കി. അതിനുശേഷം ഈ കുഞ്ഞു മുയലിന്റെ അടുത്ത് വന്ന് എന്താണ് അതിനെ കൊണ്ടുപോയി രാത്രി മുഴുവൻ തന്റെ ചിറകിന്റെ അടിയിൽ വെച്ച് അതിന് ചൂട് കൊടുത്തുകൊണ്ടിരുന്നു. कार्तिकेय ने अपने युद्ध वाहन के लिए मयूर को क्यों चुना होगा, यह उस पक्षी का रूप और स्वभाव देखकर समझ में आ जाता है. കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു ദൈവമാണ്. മുരുകൻ എന്നും പറയും. പളനിയിലൊക്കെ നമ്മൾ ആരാധിക്കുന്ന കാർത്തികേയനെയാണ്. അപ്പൊ കാർത്തികേയന്റെ യുദ്ധവാഹനമായിട്ട് കാർത്തികേയൻ ചൂസ് ചെയ്തിരിക്കുന്നത് മയിലിനെയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മയിലിനെ ചൂസ് ചെയ്തതെന്ന് നമുക്ക് മേൽ സംഭവത്തിൽ നിന്ന് മനസ്സിലായി. കാര്യം എന്താണ്, എന്തെങ്കിലും കുരുത്തക്കേടോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമ്പം മയില് പണിഷ്മെന്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സഹജീവികളെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ഈ മയിലിന് ആകും. मयूर कलाप्रिय वीर पक्षी है, हिंसक मात्र नहीं. इसी से उसे 5 चील आदि की श्रेणी में नहीं रखा जा सकता, जिनका जीवन ही क्रूर कर्म है. മയിൽ എന്ന് പറഞ്ഞ ഒരുപാട് കലയോട് ഒരുപാട് പ്രിയമുള്ള പക്ഷിയാണ്. ഒട്ടും ക്രൂരത ഒട്ടുമുള്ള ഒരു പക്ഷിയല്ല. അത് ഇപ്പം ആ ഒരു പാമ്പിനെ തന്നെ ആക്രമിച്ചത് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ മയിലിനെ ഒരിക്കലും നമുക്ക് ഈ ബാജ് ചീലിനൊക്കെ പിന്നെ ഈഗിളിനെ പോലെയൊക്കെയുള്ള പക്ഷികളുടെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാര്യം ഈഗിളൊക്കെ ക്രൂര കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പക്ഷിയാണ്. അത് മിക്കവാറും ക്രൂരകർമ്മങ്ങളാണ് ചെയ്യുന്നത്. नीलकंठ में उसकी जातिगत विशेषताओं तो थी ही, उनका मानवीकरण भी हो गया था. അതായത് നീലകണ്ഠൻ എന്ന മയിലിന്റേതായ സവിശേഷതയുണ്ട്, അതേപോലെ തന്നെ അതിന് മനുഷ്യരുടേതായ ചില ഗുണങ്ങളും ഉണ്ട്. मेघों की सांवली छाया में अपने इंद्रधनुष के गुच्छे जैसे पंखों को मंडलाकार बनाकर जब वह नाचता था, तब उस नृत्य में एक सहजात लय ताल रहता था. അതായത് ഈ മേഘോക്കി സാവലി ചായ, അതായത് മാനത്ത് മഴക്കാറ് കാണുമ്പം ഈ മയില് തന്റെ പീലി വിടർത്തി ഇങ്ങനെ ഡാൻസ് കളിക്കാറുണ്ട്. അപ്പൊ എന്താണ്, ആകെ പീച്ചെ താഹിയെ ബായി ക്രം സെ ഘൂംകർ വ കിസി അലക്ഷ്യ സം पर ടഹർ ടഹർ ജാത്ത ഹെ. മുന്നോട്ട് ഇങ്ങനെ ആടിയും രണ്ടിലും സൈഡിലോട്ട് ആടിയും എല്ലാം മയില് ഒരു പ്രത്യേക രീതിയിൽ ഡാൻസ് കളിക്കാറുണ്ട്. राधा नीलकंठ के समान नहीं नाच सकती थी, परंतु उसकी गति में भी एक छंद रहता था. രാധയ്ക്ക് നീലകണ്ഠനെ പോലെ ഡാൻസ് കളിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിലും രാധയുടെ ഒരു നടത്തത്തിലും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. वह नृत्यमग्न नीलकंठन की दाहिनी ओर के पंख को छूती हुई बाई और निकल आती थी और बाएं पंख को स्पर्श कर दाहिनी. वह नृत्यमग्न नीलकंठ की दाहिनी ओर के पंख को छूती हुई बाई और निकल आती थी और बाएं पंख को स्पर्श कर दाहिनी ओर. അപ്പം ഈ രാധ എന്താണ് നീലകണ്ഠന്റെ
ദാഹിനി ഓർ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള ചിറകിൽ തൊട്ടിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലെ ചിറകിൽ പോയി തൊടും, പിന്നെ റൈറ്റ് സൈഡ്. അപ്പൊ അങ്ങനെ ഈ ഒരു കറങ്ങി ഇങ്ങനെയുള്ള ഒരു നടത്തത്തിന് തന്നെ ഒരു പ്രത്യേക താളം കാണും. അപ്പൊ നീലകണ്ഠന് ചുറ്റും രാധ ഈ രീതിയിൽ ഇങ്ങനെ ഓരോ സൈഡിലെ ചിറകിലും പിടിച്ച് കറങ്ങുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക താളവും ഒരു ഭംഗിയും ഉണ്ട്. അതാണ് इस प्रकार उसकी परिक्रमा में भी एक पूरक ताल परिचय मिलता था. नीलकंठ ने कैसे समझ लिया कि उसका नृत्य मुझे बहुत पाता है, यह तो नहीं बताया जा सकता. परंतु अचानक एक दिन वह मेरे जालीकर के पास पहुंचते ही अपने झूले से उतरकर नीचे आ गया और पंखों का सतरंगी मंडलाकार छाता तानकर नृत्य की भंगिमा में खड़ा हो गया. അപ്പം ഈ നീലകണ്ഠന്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. നീലകണ്ഠൻ എങ്ങനെ മനസ്സിലായെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു ദിവസം ലേഖികയുടെ ജാലിക്കാരന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം ഈ ചിറകൊക്കെ വിരിച്ച് കളിക്കാവുന്ന പോസിൽ അങ്ങനെ അങ്ങോട്ട് നിന്നു. തബ് സേ യഹ് നൃത്യ ഭംഗിമ നിത്യകാക്രം ഭൻഗയ. അപ്പൊ അന്ന് തൊട്ട് ഈ ലേഖികയുടെ ജാലിക്കാരന്റെ അടുത്ത് വരുമ്പം ഈ മയില് പീലി വിടർത്തി ചിറകൊക്കെ വിടർത്തി ഉള്ള ഒരു നിപ്പും ആ ഒരു പോസും ഒരു സ്ഥിരമുള്ള ഒരു കാഴ്ചയായി മാറി. प्रायः मेरे साथ कोई न कोई देशी विदेशी अतिथि भी पहुंच जाता था और नीलकंठ की मुद्रा को अपने प्रति सम्मान पूर्वक समझकर विस्मयाभिभूत हो उठता था. അപ്പോ ചിലപ്പോഴൊക്കെ ലേഖികയുടെ അടുത്ത് വിദേശികളായും നമ്മുടെ വിദേശത്തു നിന്നൊക്കെ ഉള്ള അതിഥികളൊക്കെ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ നീലകണ്ഠ് ഈ ലേഖികയുടെ ജാലികന്റെ അടുത്ത് വന്ന് ഈ പീല് വിടർത്തി നിൽക്കുന്ന കാണുമ്പം അപ്പൊ അവര് വിചാരിക്കും അവരോടുള്ള ഒരു അവരോടൊരു ആദരവ് കാണിക്കുന്നതാണെന്ന് ഓർത്ത് അവര് വിസ്മയിക്കാറുണ്ട്. കൈ വിദേശി മഹിളാവോനെ ഉസെ പെർഫെക്റ്റ് ജെന്റിൽമാൻ की ഉപാധി ദേ ഡാലി. ചില വിദേശ വനിതകളൊക്കെ ഈ ആൺമയിലിനെ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നും വിളിക്കാറുണ്ട്. ജിസ് നുക്കീലി പൈനി ചോഞ്ച് से वह भयंकर विषधर को खंड खंड कर सकता था, उसी से मेरी हथेली पर रखे हुए पुण्य चने ऐसी कोमलता से हौले हौले उठाकर खाता था कि हंसी भी आती थी और विस्मय भी होता था. അപ്പം ഈ ആൺമയിൽ തന്റെ ചുണ്ടുകൊണ്ട് വിഷമുള്ള പാമ്പിനെ തന്നെ 2 കഷ്ണമാക്കി. അതേ ചുണ്ടുകൊണ്ട് തന്നെ ലേഖികയുടെ കയ്യിലിരിക്കുന്ന തീറ്റ തനിക്ക് മയിലിനുള്ള തീറ്റ വളരെ കോമളമായിട്ടുള്ള കൈയിരിക്കുന്ന തീറ്റ വളരെ ശ്രദ്ധാപൂർവം എടുത്ത് കടിച്ചു തിന്നുന്നത് കാണുമ്പോൾ ലേഖികയ്ക്ക് ചിരിയും വരും വിസ്മയവും വരും. ഫലോം കെ വൃക്ഷോം സെ അധിക് ഉസെ പുഷ്പിത് और പല്ലവിത് വൃക്ഷ പാത്തെ थे. നല്ല ഒരുപാട് ഫലം തരുന്ന വൃക്ഷങ്ങളെ കാട്ടിലും ഈ മയിലിന് കൂടുതൽ ഇഷ്ടം പുഷ്പിച്ചും നല്ല ഭംഗിയോടെയൊക്കെ നിൽക്കുന്ന മരങ്ങളോടായിരുന്നു. ഒരിക്കലേ वसंत में जब आम के वृक्ष सुनहली मंजरियों से लद जाते थे, अशोक नए लाल पल्लवों से टंक जाता था, तब जालीकर में वह इतना अस्तर हो उठता कि उसे बाहर छोड़ देना पड़ता था. അപ്പൊ വസന്തകാലം വരുമ്പം മാവിന്റെ അടുത്തൊക്കെ നല്ല ഗോൾഡൻ ബേസ് ഒക്കെ വരും. അപ്പൊ അശോകമരത്തിലൊക്കെ നല്ല ചുമന്ന മുട്ടൊക്കെ വരും. അപ്പൊ ഇതൊക്കെ കാണാനായിട്ട് നീലകണ്ഠൻ ഒരുപാട് വെപ്രാളപ്പെടാറുണ്ട്. അപ്പൊ ആ വെപ്രാളം കാരണം നീലകണ്ഠനെ പലപ്പോഴും തുറന്നുവിടേണ്ടിയും വന്നിട്ടുണ്ട്. നീലകണ്ഠ് और राधा की सबसे प्रिय ऋतु तो वर्ष ही थी. നീലകണ്ഠന്റെ രാധയുടെയും ഏറ്റവും പ്രിയപ്പെട്ട കാലാവസ്ഥ വർഷകാലം തന്നെയാണ്. मेघों के उमड़ आने से पहले ही वे हवा में उसकी सजल आहट पा लेते थे और तब उनकी मंद केगा की गूंज अनुगूंज तीव्र से तीव्रतर होती हुई मानो बूंदों के उतरने के लिए सोपान पंक्ति बनने लगती थी. മേഘം ഉമണ്ട് ആന എന്ന് വെച്ചാൽ തണ്ടർസ്റ്റോം. അപ്പൊ തണ്ടർസ്റ്റോംസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഒരു ലൈറ്റ് സൗണ്ട് ഈ മയിലുകൾക്ക് അറിയാൻ പറ്റും. അപ്പൊ തന്നെ അവരുടേതായ ഒരു പ്രത്യേക രീതിയിൽ അവര് ഒരു പ്രത്യേക ശബ്ദത്തിലൊക്കെ ഉള്ള ഒരു പാട്ടും ഡാൻസും പിന്നെ അതുപോലെ ഈ മഴത്തുള്ളികളൊക്കെ വീഴുമ്പം അതിനെ സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക ശബ്ദത്തോടു കൂടിയും ഒക്കെ ആയിരിക്കും. മേഘ കെ ഗർജൻ കെ താൽ പർ ഹി
उसके തന്മയ നൃത്തിക ആരംഭ होता है. മേഘം ഗർജിക്കാൻ തുടങ്ങുന്ന താളത്തിൽ തന്നെ ഇവരുടെ ആ ഒരു തന്മയത്വത്തോടുകൂടിയുള്ള ഒരു നൃത്തം തുടങ്ങും. और फिर मेघ जितना अधिक गरजता, बिजली जितनी अधिक चमकती, बूंदों की रिमझिमाहट जितनी तीव्र होती जाती, नीलकंठ के नृत्य का वेग उतना ही अधिक बढ़ता जाता और उसकी केका का स्वर उतना ही मंद्र से मंद्रतर होता जाता. അപ്പം എത്രമാത്രം മേഘം ഗർജിക്കുന്നു, എത്രമാത്രം മിന്നലിന് തിളക്കം, മിന്നലിന്റെ വെളിച്ചം കൂടുന്നു, എത്രമാത്രം തീവ്രമായിട്ട് മഴ പെയ്യുന്നു, അത്രമാത്രം തീവ്രമായിട്ട് തന്നെ നീലകണ്ഠൻ ഡാൻസ് കളിക്കും, അത്ര വേഗത്തിൽ ഡാൻസ് കളിക്കും. അപ്പം എന്താണ് അതിന്റെ കൂടെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം പത്രം പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. वर्ष के थम जाने पर वह दाहिने पंजे पर दाहिना पंख और बाएं पर बाया पंख फैलाकर सुखाता. അങ്ങനെ വർഷം പോയി കഴിയുമ്പം എന്താണ് മഴ അങ്ങ് മാറിക്കഴിയുമ്പം എന്താണ് വലത്തെ ചിറകും ഇടത്തെ ചിറകും എല്ലാം കൂടി വിടർത്തിയിട്ട് അത് ഉണക്കും. कभी कभी वे दोनों एक दूसरे के पंखों से टपकने वाले बूंदों को चोंच से पी पी कर पंखों का गीलापन दूर करते रहते. ചിലപ്പോഴൊക്കെ അവരെന്തു ചെയ്യും, ഈ മയിലുകള് അവരുടെ ചിറകി പറ്റിരിക്കുന്ന വെള്ളം എന്താണ് അവരുടെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ കുടിച്ച് അതിന്റെ ഈർപ്പം കളയും, അതായത് നനഞ്ഞിരിക്കുന്നത് കുറയ്ക്കും. इस आनंदोत्सव की रागिणी में बेमेल स्वर कैसे बज उठा, ये भी एक करुण कथा. बड़े मियाँ की भाषण मेल फिर दौड़ने लगी. അപ്പോൾ വീണ്ടും കച്ചവടക്കാരൻ്റെ സംസാരം ഓടാൻ തുടങ്ങി, അതായത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. देखिए गुरुजी, കമഭക്ത ചെടിമാറിനെ ബേചാരി കാ ക്യാ ഹാൽ കിയാ ഹേ. ആ കേഴ്സ്ഡ് ആയിട്ടുള്ള ആ വേട്ടക്കാരൻ ഈ പാവം പക്ഷിയുടെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കൂ. ऐसे कभी चिड़िया पकड़ी जाती है, ഇങ്ങനെയാണോ ഈ പക്ഷികളെ പിടിക്കുന്നത്? आपने आई होती तो मैं उसी के सिर पर इसे पटक देता. താങ്കൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പക്ഷിയെ തിരിച്ച് അയാളുടെ തല തന്നെ കെട്ടിവെച്ച് കൊടുത്തേനെ. पर आपसे भी यह अधमरे मोरनी ले जाने को कैसे कहूँ. പക്ഷെ ഞാൻ താങ്കളോടും ഇത് ഈ പകുതി മരിച്ച ഈ മയിലിനെ ഞാൻ കൊണ്ടുപോകാൻ എങ്ങനെ പറയും? അപ്പം ആക്ച്വലി എന്താണ്, ഈ കച്ചവടക്കാരന് ഇതും ലേഖികയെ കൊണ്ട് തന്നെ മേടിപ്പിക്കണം. അപ്പം അതിനുള്ള സംസാരമാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പം സാരാംശ യേക്കി 7 रुपये देकर मैं उसे अगली सीट पर रखवाकर घर ले आई. അപ്പോൾ എന്ത് സംഭവിച്ചു? 7 രൂപയും കൊടുത്തുകൊണ്ട് ലേഖിക ആ ഇഞ്ചേർഡായിട്ടുള്ള മയിലിനെ തൻ്റെ കാർട്ടിലെടുത്ത് വെച്ചുകൊണ്ട് വന്നു. और एक बार फिर मेरे पढ़ने लिखने का कमरा अस्पताल बना. അങ്ങനെ വീണ്ടും ഈ ലേഖികയുടെ എഴുതാനും വായിക്കാനുമുള്ള മുറി ഒരു ഹോസ്പിറ്റലായി. पंचों की मरहम पट्टी और देखभाल करने पर वह महीने भर में अच्छी होगी. അപ്പം അതിൻ്റെ കാല് നല്ലോണം നീതി ഡ്രസ്സ് ചെയ്ത്, മരഹം പട്ടി എന്ന് വെച്ചാൽ ഡ്രസ്സ് ചെയ്യുക, വൂണ്ട് ഡ്രസ്സ് ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പം നല്ലോണം ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിലൊക്കെ നോക്കിക്കപ്പം മഹീനെ ഭർ 1 മാസം കൊണ്ട് തന്നെ അതിൻ്റെ കാല് സുഖം പ്രാപിച്ചു. ഉംഗലിയാം വൈസേ ഹി ടേഡി മേട്ടി രഹി പരന്തു വഹ് ഢൂണ്ട് ജൈസെ പഞ്ചോं पर डगमगाती हुई चलने लगी. വിരലൊക്കെ വലിയ ഇതായില്ലെങ്കിൽ തന്നെയും അതിന് നടക്കാവുന്നൊക്കെയുള്ള ഒരവസ്ഥ എത്തി. तब उसे जालीकर में पहुंचाया गया और नाम रखा गया കുബ്ജ. അപ്പം സുഖമായപ്പം അതിനെ വീണ്ടും ബാക്കിയുള്ള ജീവികളൊക്കെ ഉള്ള ജാലിക്കറിൽ കൊണ്ടുവന്ന് വിട്ടു. എന്നിട്ട് അതിന് കുബ്ജ എന്ന് പേരും കൊടുത്തു. नाम के अनुरूप स्वभाव से भी കുബ്ജ ഹി പ്രമാണിത്ത. കുബ്ജ എന്ന് വെച്ചാൽ പുറത്ത് കൂനുള്ള സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പം ഈ പേര് പോലെ തന്നെ ഇച്ചിരി വളഞ്ഞ ഒരു സ്വഭാവം ഈ മയിലിനും ഉണ്ടായിരുന്നു. അബ് തക് നീലകണ്ഠ് ഔർ രാധ സാഥ് രഹത്തെ. അതുവരെ നീലകണ്ഠന് രാധയെ ഒരുമിച്ച് കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അബ് കുബ്ജ ഉനെ സാത്ത് ദേഖ്തേ ഹി മാർനെ ദൗഡ്തി. കുബ്ജയ്ക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഇഷ്ടമല്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അവരെ ഓടിക്കാൻ നിൽക്കും. ചോഞ്ച് സേ മാർ മാർ കർ ഉസ്നെ രാധ കി കലകി നോച്ച് ഡാലി
പങ്ക് നോച്ച് ഡാലെ. അപ്പം ഈ ചുണ്ടുകൊണ്ട് അത് ഓടി ചെന്ന് ഈ രാധയെ അതിൻ്റെ രാധയുടെ കലകിയിലും ചിറകിലും എല്ലാം അങ്ങ് കുത്താൻ തുടങ്ങി. कठिनाई यह थी कि नीलकंठ उससे दूर भागता था और उसके साथ रहना चाहती थी. നീലകണ്ഠനാണെങ്കിലോ, നീലകണ്ഠന് ഈ കുബ്ജയെ കാണുമ്പോൾ നീലകണ്ഠൻ എങ്ങനെയും ഓടിപ്പോവാ. പക്ഷെ കുബ്ജയ്ക്ക് എന്ത് വേണം? എപ്പോഴും നീലകണ്ഠന്റെ കൂടെ നിൽക്കണം. ന കിസി ജീവ് ജന്തുവിൻസെ ഉസ്കി മിത്രതാതി. ഈ കുബ്ജയ്ക്ക് ഒരു ജീവികളുമായിട്ടും ഒരു മിത്രതയില്ല, ആരോടും സഹകരിക്കത്തില്ല. ലവ് കിസിക്കോ നീലകണ്ഠ കെ സമീപ് ആനെ ദേനാ ചാത്തി. അത് മാത്രമല്ല, മറ്റൊരു ജീവികളും നീലകണ്ഠന്റെ അടുത്ത് വരാനായിട്ട് കുബ്ജ സമ്മതിക്കത്തില്ല. അപ്പോഴേ ചുണ്ടുകൊണ്ട് അതിനെ കൊത്തി ഓടിക്കാൻ നോക്കും. ഉസി ബീച്ച് രാധാനെ 2 അണ്ടേ ദിയെ. അതിനിടയിൽ രാധ 2 മുട്ട ഇട്ടു. ജിൻകോ വ പങ്കോ മീൻ ചിപ്പായെ ബൈട്ടിരെത്തി. അത് ആ 2 മുട്ടയും രാധ തൻ്റെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പതാ ചലത്തെ ഹി कुब्जा ने चोंच मार मार कर राधा को टकेल दिया और फिर अंडे फोड़कर ढूंढ जैसे पैरों से सब और चितरा दिए. ഇപ്പം ഈ മുട്ടയിട്ടിട്ടുണ്ടെന്ന് കുബ്ജ അറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചുണ്ടുകൊണ്ട് രാധയും കുത്തി മുട്ടയെ അത് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. തൻ്റെ കാലുകൊണ്ട് പൊട്ടിച്ചങ്ങ് കളഞ്ഞു. इस कलह कोलाहल से और उससे भी अधिक राधा की दूरी से बेचारी नीलकंठन की प्रसन्नता का अंत हो गया. അപ്പം ഇങ്ങനെയുള്ള കലഹങ്ങളും കോലാഹലങ്ങളും പിന്നെ അതുകൂടാതെ തന്നെ രാധയ്ക്ക് നീലകണ്ഠൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. അപ്പോഴേ കുബ്ജ ഓടിക്കാൻ നിൽക്കും. അപ്പം അതെല്ലാം കൂടെ കൊണ്ട് എന്ത് പറ്റി? നീലകണ്ഠൻ്റെ പ്രസന്നത അങ്ങ് അവസാനിച്ചു. കൈ ബാർ വഹ ജാലി കെ ഘർ സെ നിക്കൽ ഭാഗ. വഹ ബാർ कई दिन भूखा प्यासा आम की शाखाओं में छिपा बैठा रहा, जहाँ से बहुत पुचकार कर मैंने उतारा. അപ്പോൾ പലവട്ടവും എന്ത് സംഭവിച്ചു? ഈ നീലകണ്ഠ് ആ ജാലിയിൽ നിന്ന് ഇറങ്ങിയോടി. പലവട്ടവും അത് ഭക്ഷണം കഴിക്കാതെയും കുടിക്കാതെയും ഈ മാവിൻ്റെ ശാഖയിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് അവിടെ നിന്നൊക്കെ ലേഖിക എന്താണ് ഒത്തിരി പുച്ചക്കാർക്കെന്ന് വെച്ചാൽ ഒത്തിരി സ്നേഹത്തോടെയൊക്കെയാന്ന് വിളിച്ച് പറഞ്ഞുമൊക്കെ ലേഖിക തിരിച്ചു കൊണ്ടുവന്നത്. एक बार मेरी खिड़की के ഷേഡ് पर छिपा रहा. ഒരു വട്ടം ജന്നലിൻ്റെ ഷേഡിൽ വരെ ഈ നീലകണ്ഠൻ ഒളിച്ചിരുന്നു. കാര്യം എന്താ? നീലകണ്ഠൻ്റെ പുറകിലെ കുബ്ജ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ കുബ്ജയുടെ അടുത്തുനിന്ന് നീലകണ്ഠൻ്റെ കൂടെ നിൽക്കണം കുബ്ജയ്ക്ക്. അപ്പം അതിനു വേണ്ടി നീലകണ്ഠൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നീലകണ്ഠൻ. मेरे दाना देने जाने पर वह सदा की भांति पंखों कर मंडलाकर बनाकर खड़ा हो जाता था, पर उसकी चाल में थकावट और आंखों में एक शून्यता रहती थी. അപ്പം ഈ ദാൻ ദേന അതായത് തീറ്റ കൊടുക്കുമ്പോഴൊക്കെ ഈ ലേഖികയുടെ അടുത്ത് ചിറകൊക്കെ വിടർത്തി പീലിയൊക്കെ വിടർത്തിയൊക്കെ നിൽക്കും. പക്ഷേ സൂക്ഷിച്ചു നോക്കുമ്പോൾ അറിയാം അവനൊരു ക്ഷീണവും കണ്ണിലൊരു ശൂന്യതയും ഒക്കെ ലേഖികയ്ക്ക് ഫീൽ ചെയ്യുമായിരുന്നു. अपनी अनुभवहीनता के कारण ही मैं आशा करती रही कि थोड़े दिन बाद सब में मेल हो जाएगा. അപ്പം ലേഖികയുടെ ഒരു അനുഭവ ഇല്ലായ്മ കൊണ്ടും ഒക്കെ ആയിരിക്കും ലേഖിക ആശിച്ചെന്ത് കുറച്ച് ദിവസം കഴിയുമ്പം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി സന്തോഷമായിട്ട് ഇരിക്കുമെന്ന്. अंत में 3-4 मास के उपरांत एक दिन सवेरे जाकर देखा कि नीलकंठ पूंछ पंख फैलाए धरती पर उसी प्रकार बैठा हुआ है, जैसे खरगोश के बच्चों को पंखे में छिपाकर बैठता है. അപ്പം ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പം ഒരു ദിവസം രാവിലെ ചെന്ന് നോക്കിയപ്പം നീലകണ്ഠൻ തൻ്റെ പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, അനങ്ങാതിരിക്കുകയാണ്. അപ്പം ഈ പണ്ട് ഈ മുയലിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ആ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലിരിക്കുകയാണ്. മേരെ പുക്കാറിനെ पर भी उसके न उठने पर സന്ദേഹ ഹുവ. അപ്പോൾ ലേഖിക ചെന്ന് വിളിച്ചിട്ട് പോലും പുക്കാറിനാന്ന് വെച്ച് വിളിച്ചിട്ട് പോലും അവൻ എഴുന്നേക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. വാസ്തവമേ നീലകണ്ഠ മറുകയാത്ത. അപ്പം നീലകണ്ഠൻ എന്തുകൊണ്ടാണ് എഴുന്നേക്കാതിരുന്നത്? നീലകണ്ഠൻ മരിച്ചുപോയി. ക്യോ കാ ഉത്തരത്തോ അബ് തക് നഹി മിൽ സകാ ഹെ. അതെന്തുകൊണ്ടാണെന്ന് ഇന്ന് വരെയും ലേഖികയ്ക്ക് മനസ്സിലായില്ല. അത്ര പെട്ടെന്ന് നീലകണ്ഠൻ മരിച്ചു പോയത് എന്തുകൊണ്ടാണ്?
न उसे कोई बीमारी हुई, न उसके रंग बिरंगे फूलों के സ്തംഭക് जैसे शरीर पर किसी चोट का चिन्ह मिला. അവന് ഒരസുഖങ്ങളുമില്ലായിരുന്നു. അവന്റെ നല്ല ഭംഗിയുള്ള ശരീരത്തിന്റെ ഒരു ഭാഗത്തും എന്താണ് ഒരു മുറിവോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. मैं अपने शाल में लपेटकर उसे संगम ले गई. അപ്പം തൻ്റെ ഷാളിൽ പൊതിഞ്ഞ് അവനെ സംസ്കരിക്കാൻ കൊണ്ടുപോയി. जब गंगा के बीच दार में उसे प्रवाहित किया गया, तब उसके पंखों की चंद्रिकाओं से प्रतिबिंबित होकर गंगा का चौड़ा पाट एक विशाल मयूर के समान तरंगित हो उठा. ചൗടാ പാട്ട് എന്ന് വെച്ചാൽ വൈഡ് സ്പാൻ. അപ്പം ഗംഗയിൽ സംസ്കരിക്കാൻ കൊണ്ടുവന്നപ്പം ഈ മയിലിൻ്റെ ചിറകിൻ്റെ ആ കളറും ആ കളറിൻ്റെ റിഫ്ലക്ഷനും മൂലം അവിടെ എല്ലാം നല്ലൊരു വർണ്ണം അങ്ങ് പടർന്നു. नीलकंठन के न रहने पर राधा को निश्चेष्ट सी कई दिन कोने में बैठी रही. അപ്പം നീലകണ്ഠൻ ഇല്ലാത്തത് കൊണ്ട്, അപ്പം നീലകണ്ഠൻ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് രാധ അങ്ങ് നിശ്ചേഷ്ടയായിട്ട് ഒന്നും അനങ്ങാതെ കുറേ ദിവസം ഒരു മൂലയ്ക്ക് ഇരുന്നു. वह कई बार भागकर लौट आया था, अतः वह प्रतीक्षा के भाव से द्वार पर ദൃഷ്ടി ലഗായേ രത്തി. ചിലപ്പോഴൊക്കെ അവൾ പലവട്ടം ഓടി പുറത്തു വരും. കാര്യം നീലകണ്ഠൻ മരിച്ചു എന്നുള്ളതിൻ്റെ അറിയത്തില്ല. കാര്യം എന്താണ്, നീലകണ്ഠൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വാതിലിലേക്ക് അവൾ നോക്കി നിൽക്കും. पर कुब्जा ने कोलाहल के साथ खोज ढूंढ आरंभ किया. കുബ്ജ എന്തോ ചെയ്തു? കുബ്ജ ഈ കോലാഹലവും ഉണ്ടാക്കും, അതിൻ്റെ കൂടെ തന്നെ ഈ നീലകണ്ഠനു വേണ്ടിയുള്ള അന്വേഷണവും തുടങ്ങി. खोज के क्रम में वो प्रायः जाली का दरवाज़ा खुलते ही बाहर निकल आती थी और आम, अशोक, कचनार आदि की शाखाओं में नीलकंठ को ढूंढती रहती थी. അപ്പം ഈ നീലകണ്ഠനെ ഈ തിരക്കി എന്താണ്, ഈ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഓടി വന്ന് മാവിലും അശോകമരത്തിലും അങ്ങനെ എല്ലാ മരത്തിലും എല്ലാം മരത്തിൻ്റെ ശാഖകളിലും എല്ലാം നീലകണ്ഠനെ ഇങ്ങനെ തിരയും. ഏക് ദിൻ ആം സെ ഉതരി ഹി തീ की കജലി എന്ന് വെച്ചാൽ അൽസേഷ്യൻ പട്ടിയാണ്. കജലി സാമനെ പടുകയും. ഒരു ദിവസം അവൾ മാവിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവൾ അൽസേഷ്യൻ പട്ടിയുടെ മുമ്പിൽ ചെന്നപ്പെട്ടു. സ്വഭാവ के अनुसार उसने കജലി पर भी ചോഞ്ച് से പ്രഹാർ किया. അപ്പം ഈ കുബ്ജയ്ക്ക് എന്താണ്, എല്ലാവരും ആക്രമിക്കാനുള്ള ടെൻഡൻസിയാണ്. അപ്പം അതിൻ്റെ സ്വഭാവം കൊണ്ട് അതെന്താണ്, അൽസേഷ്യൻ നായയുടെ അടുത്തും അത് ചുണ്ടുകൊണ്ട് കൊത്താനൊരുങ്ങി. പരിണാമതഃ കജലി के 2 दांत उसकी गर्दन पर लग गए. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, ഈ നായ അവൻ്റെ 2 പല്ല് അവിടെ കഴുത്തിലങ്ങ് അമർന്നു. എന്ന് വെച്ചാൽ എന്താണ്, നായ അതിനെ കടിച്ച് കൊന്നു. इस बार उसका कलह कोलाहल और द्वेष प्रेम भरा जीवन बचाया न जा सका. എന്താണ്, അങ്ങനെ നായ കടിച്ചപ്പോൾ അത് മരിച്ചു. അപ്പോൾ അതിൻ്റെ കലഹവും കോലാഹലവും അതിൻ്റെ ദേഷ്യവും പ്രേമവും എല്ലാം നിറഞ്ഞ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. परंतु इन 3 पक्षियों ने मुझे पक्षी प्रकृति की विभिन्नता का जो परिचय दिया है वह मेरे लिए विशेष महत्व रखता है. അങ്ങനെ ഈ 3 പക്ഷികളിലൂടെയും ലേഖിക പലതരത്തിലുള്ള വിഭിന്നമായിട്ടുള്ള പരിചയങ്ങളാണ് പക്ഷികളെ കുറിച്ച് കിട്ടിയത്. വിഭിന്ന പ്രകൃതിയാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെ ലേഖികയ്ക്ക് ഒരു മഹത്വമുള്ള ഒരു വിശേഷ മഹത്വമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. രാധ അബ് പ്രതീക്ഷ മേഹി ദുക്കേലി ഹെ. രാധ ഇപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കുകയാണ്. ആ ഷാട്ട് മേ ജബ് ആകാശ് മേഘാച്ഛൻ हो जाता है तब वह कभी ऊंचे झूले पर और कभी अशोक की डाल पर अपनी केका को तीव्रतर करके नीलकंठ को बुलाती रहती है. ഇപ്പോഴും ആഷാഢമാസമൊക്കെ ആകുമ്പോഴും മാനത്ത മേഘങ്ങൾ നിറയുമ്പോഴുമൊക്കെ ഈ അശോകമരത്തിൻ്റെയും മാവിൻ്റെയും ഒക്കെ ശിഖരങ്ങളിൽ നീലകണ്ഠനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ തീവ്രതയോടെ ഇപ്പോഴും പാടാറുണ്ട്. അപ്പം ഈ മഹാദേവി വർമ്മയുടെ ഈ